കമ്പിപ്പാലം കമ്പിപ്പാലം ഒരു സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നില്ല. തോടോ പുഴയോ കടലോ കായലോ ഇല്ലാത്തടത്ത് എന്തിനാണ് ഒരു പാലം? എന്നാൽ ആ സങ്കല്പത്തിലൂടെ വേണം കുന്തംകുളത്ത് നിന്ന് വടക്കോട്ട് പോകും. ഇത് മമ്മൂട്ടിക്ക് ഈ കവിത അയച്ചു കൊടുത്തപ്പോൾ അങ്ങേര് ചൊല്ലിയിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. ആ കാലത്ത് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വാസ്തവത്തിൽ അതിൻ്റെ ചില തരത്തിലുള്ള മൂപ്പരുടെ മമ്മൂട്ടിയുടെ ചില ഇത് പൂർണ്ണമായിട്ട് അങ്ങ് തൃപ്തിയായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ പിന്നെ അപ്പോഴേക്കും അങ്ങോട്ട് വലിയ ആളാവണ്ട, ഇതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നീ ഇതാരും കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരി, കാണിക്കില്ല എന്ന് ഞാനും വാശിക്ക് പറഞ്ഞ് അങ്ങനെ വെച്ചതാണ്. നമ്മുടെ ജീവിതം അങ്ങനെ കമ്പിപ്പാലം പോലെ സങ്കല്പമൊന്നുമല്ല, ഉള്ളതല്ല, ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. അത് കാരണം അങ്ങനെ തെറ്റിയിട്ട് ഇരുന്നിരുന്നതാണ്. പക്ഷെ ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇട്ടതാണ്. പിന്നെ ഭാഗ്യത്തിന് മൂപ്പര് അറിഞ്ഞിട്ടില്ല തോന്നുന്നത്. ചിലപ്പോൾ വല്ലവരും പറഞ്ഞിട്ടുണ്ടാവും, ഇനിയിപ്പോൾ എന്താ പുയലുണ്ടാവുക എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒന്നും പറയില്ല തോന്നുന്നു മൂപ്പർക്ക്. അത് നമ്മളോടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു വളരെ കാലമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ പൊറുക്കും. അത്രേ ഉണ്ടാവുള്ളൂ. അതാണ് ഇതിൻ്റെ കമ്പിപ്പാലത്തിൻ്റെ കഥ. കവിക്കോ കഥാകൃത്തിനോ കല്യാണപ്പൊരുത്തുകാരനോ കന്നാലിക്കാരനോ അവിടെ നിന്ന് കയറാം, അവിടെ ഇറങ്ങാം, തുടരാം യാത്രകൾ.